മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ഇന്ന് രാവിലെ 10 മണിക്ക് ഇന്ദിരാഭവനിലാണ് യോഗം ചേരുക. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ VB ജി റാംജി, നാഷണൽ ഹെറാൾഡ് കേസ് ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അച്യുതൻ. ഡൽഹിയിലെ തണുപ്പ് എങ്ങനെയുണ്ട്? അതിശൈത്യം കൊണ്ട് ഡൽഹി വീർപ്പ് മുട്ടുകയാണോ? അവിടുത്തെ വായു ഗുണനിലവാര സൂചിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. വെരി ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ല മൂടൽമഞ്ഞുമുണ്ട്, തണുപ്പുമുണ്ട്. വായു ഗുണനിലവാരം പലയിടങ്ങളിലായിട്ട് പല കണക്കുകളാണ്. ശരാശരി 350 മുകളിൽ ഇന്ന്, അതായത് വളരെ മോശം വിഭാഗത്തിൽ വായു നിലവാരമുണ്ട്. അതേസമയത്ത് ആനന്ദ വിഹാറിൽ 400 മുകളിൽ ഗുരുതര വിഭാഗത്തിലേക്കാണ് വായു ഗുണനിലവാര സൂചിക നിലവിലുള്ളത്. എന്തായാലും മറ്റൊന്ന്, ഇന്ന് ഡൽഹിയിൽ ചേരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗമാണ്. ഇന്ദിരാഭവനിലാണ് ആ യോഗം ചേരുന്നത്. രാവിലെ 10:30 കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ആയിരിക്കും ഈ യോഗത്തിന് നേതൃത്വം വഹിക്കുന്നത്. രാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷം, നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷം, മറ്റു വിഷയങ്ങൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ ചർച്ചയാകും എന്നതാണ് ലഭിക്കുന്ന ഒരു വിവരം. അതിൽ ഒടുവിലായി കേന്ദ്ര സർക്കാർ പാസാക്കിയ 2 സഭകളിൽ പാസാക്കിയ നിയമമായ VB ജി റാംജി എന്ന് പറയുന്ന അതിലെന്താണ് ഇനി കോൺഗ്രസിന്റെ തുടർ നടപടികൾ, അതിൽ ഇനിയൊരു പ്രതിഷേധത്തിന് വകയുണ്ടോ, അല്ലെങ്കിൽ അത് ഉയർത്തി മുന്നോട്ട് പോകണമോ എന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും. ഒപ്പം തന്നെ നാഷണൽ ഹെറാൾഡ് കേസ്, അതിൽ EDക്കെതിരെ ഒരു തിരിച്ചടി ട്രയൽ കോടതി, വിചാരണ കോടതിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ED ഹൈക്കോടതിയിൽ പോവുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അത് ഒരു കേന്ദ്ര സർക്കാരിന്റെ വേട്ടയുടെ ഭാഗമാണ് ആ കേസ് എന്ന രീതിയിലുള്ള തരത്തിൽ ഒരു പ്രചാരണം സംഘടിപ്പിക്കാനും കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യും. ഒപ്പം തന്നെ ഈ തെലങ്കാന, കർണാടക, കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും മറ്റിടങ്ങളിലെ PCC അധ്യക്ഷന്മാരും ഈ യോഗത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ യോഗത്തിന്റെ പരിഗണനയിലേക്ക് വരും എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ വരാനിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും പൊതുവെ ചർച്ച ചെയ്യുന്നത്. എന്തായാലും 10:30 ഡൽഹിയിലെ ഇന്ദിരാഭവനിലാണ് ഈ യോഗം ആരംഭിക്കുക. ഓക്കെ, താങ്ക് യു അച്യുതൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.